ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന തേർഡ് ചാപ്റ്ററിനെ കുറിച്ചാണ്. എന്താണ് ബിസിനസ് എന്ന് നിങ്ങൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ബിസിനസ് എന്ന് ഇവിടെ നമ്മൾ ബിസിനസ് എൻവയൺമെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ? എൻവയൺമെൻറ്റ് റെഫേഴ്സ് ടു ദ സറൗണ്ടിങ്സ് ഇൻ വിച്ച് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ്. ഒരു വ്യക്തിയുടെയോ ഓർഗനൈസേഷൻ്റെയോ ചുറ്റുപാടുമുള്ള എല്ലാ ഘടകങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഏത് തരത്തിലുള്ള ഘടകങ്ങളുമാകാം, പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഓർഗനൈസേഷനെയോ വ്യക്തിയെയോ ബാധിക്കുന്ന ഘടകങ്ങൾ. എന്താണ് ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ? എൻവയൺമെൻറ്റ് റെഫേഴ്സ് ടു ദ സറൗണ്ടിങ്സ് ഇൻ വിച്ച് എ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ ഓപ്പറേറ്റ്സ്. ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് എൻവയൺമെൻറ്റ് മീൻസ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക്കൽ, ടെക്നോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഫോഴ്സസ് ഔട്ട്സൈഡ് എ ബിസിനസ് ഫേം വിത്ത് വിച്ച് ദ എൻറ്റിറ്റി ഡീൽസ്. ഒരു ബിസിനസ്സിൻ്റെ ചുറ്റുപാടുമുള്ള സാമ്പത്തികവും രാഷ്ട്രീയവും നിയമപരവും സാങ്കേതികപരവുമായ എല്ലാ ഘടകങ്ങളുടെയും ആകെത്തുകയാണ് ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ബിസിനസ്സിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക? നമുക്കറിയാം, കസ്റ്റമേഴ്സ് ഉണ്ടാവും, സപ്ലയേഴ്സ് ഉണ്ടാവും, ഗവൺമെൻറ് ഉണ്ടാവും. ഇതൊക്കെ ഒരു ബിസിനസ്സിന് ചുറ്റുമുള്ള ഘടകങ്ങളാണ്. ഇത് എൻവയൺമെൻറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഫിനാൻഷ്യേഴ്സ് ആൻഡ് ദി ഗവൺമെൻറ് വിത്ത് വിച്ച് ദ ഫേം ഹാസ് ടു ഡീൽ ഇൻ ഓർഡർ ടു അച്ചീവ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. ഈ ഘടകങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ബിസിനസ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ബിസിനസ്സിനെ ബാധിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നികുതിയിലുണ്ടാകുന്ന വർധന. ഈ നികുതിയിലുണ്ടാകുന്ന വർധന എങ്ങനെയാണ് നമ്മുടെ സാധാരണ ജനങ്ങളെ, കസ്റ്റമേഴ്സിനെ ബാധിക്കുക? നികുതി കൂടുമ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില കൂടും, അല്ലേ? സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോ? സാങ്കേതിക വിദ്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സാങ്കേതിക വിദ്യ ഔട്ടായി പോവും, അല്ലെങ്കിൽ കൂടുതൽ തൊഴിലാളികൾ ആവശ്യമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ വരുമ്പോൾ തൊഴിലാളികളുടെ എണ്ണം കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യും? ആ ബിസിനസ്സിനെ ബാധിക്കും. എന്തൊക്കെയാണ് ഈ ബിസിനസ് എൻവയൺമെൻറ്റിൻ്റെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. ഈ ബിസിനസ് എൻവയൺമെൻറ്റിനെ ഈ ഘടകങ്ങളെല്ലാം ഒന്നിച്ച് ബാധിക്കുന്നുണ്ട്. ഇത് കുറേ നല്ല ഘടകങ്ങളുമുണ്ട്, അതോടൊപ്പം മോശം ഘടകങ്ങളുമുണ്ട്. അതായത് ബിസിനസ്സിന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്, അതോടൊപ്പം ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ത്രെഡ്സ് ഉണ്ട്. ബിസിനസ് എൻവയൺമെൻറ്റ് മേ സംടൈംസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗ്രോത്ത് ആസ് വെൽ ഇറ്റ് മേ കൺസ്ട്രെയിൻ ദ ഗ്രോത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓപ്പർച്യൂണിറ്റീസ്: BPO reduces cost of production, emerging demands for houses, etc. Threats, ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. Threats: high cost of electricity, government control on using ground water, etc. ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ് കൂടുമ്പോൾ അത് ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തായിട്ടാണ് മാറുന്നത്? ഒരു ഭീഷണിയായിട്ട് മാറും. ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ചില കാര്യങ്ങളിൽ കൂടുമ്പോൾ അതും ബിസിനസ്സിനൊരു ത്രെട്ടായിട്ട് മാറും. നമ്മൾ എന്താണ് ബിസിനസ് എൻവയൺമെൻറ്റിൻ്റെ സവിശേഷതകൾ? ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയൺമെൻറ്റ്. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയൺമെൻറ്റ്. ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ് എന്താണ്? ബാഹ്യശക്തികളുടെ സമഗ്രത. ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ബിസിനസ് എൻവയൺമെൻറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് എക്സ്റ്റേണൽ ടു ബിസിനസ് ഫേംസ് വിച്ച് ആർ ഔട്ട് ഓഫ് കൺട്രോൾ. ബിസിനസ്സിൻ്റെ നിയന്ത്രണത്തിലല്ലാത്ത കുറേ ഘടകങ്ങൾ, ബാഹ്യമായ ഘടകങ്ങൾ, ശക്തികൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ
എന്നിവയുടെയൊക്കെ ആകെത്തുകയാണ് ബിസിനസ് പരിതസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ സവിശേഷത. എന്താണ്? ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്, ബാഹ്യശക്തികളുടെ സമഗ്രത. ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിശ്ചിതവും സാമാന്യവുമായ ശക്തികൾ, അതായത് സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. ഒന്നാമത്തെ സവിശേഷതയിൽ നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. അവിടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ് അതേപോലെയുള്ള ഘടകങ്ങൾ വരും. ദെൻ സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. ഇപ്പോൾ സ്പെസിഫിക് ഫോഴ്സസ് ഉണ്ട്, ജനറൽ ഫോഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദ ബിസിനസ് ഡയറക്ട്ലി ഇൻ ദ ഡേ ടു ഡേ വർക്കിംഗ് ആർ കോൾഡ് സ്പെസിഫിക് ഫോഴ്സസ്. ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഉദാഹരണത്തിന് ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് തുടങ്ങിയവർ. ഇവർ ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. ദൈനംദിന പ്രവർത്തനങ്ങളിൽ നേരിട്ട് ബാധിക്കുന്ന ശക്തികൾ. ഇതിനെ നമുക്ക് ബിസിനസ്സിൻ്റെ സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറയാം. ദെൻ രണ്ടാമത്തത് ജനറൽ ഫോഴ്സസ് ആണ്. എന്താണ്? പരോക്ഷമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ആൻ എൻ്റർപ്രൈസ് ഇൻഡയറക്ട്ലി ആർ കോൾഡ് ജനറൽ ഫോഴ്സസ്. എക്സാമ്പിൾ സോഷ്യൽ, പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ കണ്ടീഷൻസ് എക്സെട്ര. ഈ കണ്ടീഷൻസൊക്കെ ബിസിനസ്സിനെ പരോക്ഷമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് ഇവയെ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നിയന്ത്രിക്കാൻ പറ്റില്ല. എങ്കിൽ കൂടി ഇവ ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പം ചില ഘടകങ്ങൾ ബിസിനസ്സിന് നിയന്ത്രിക്കാൻ കഴിയും, ചില ഘടകങ്ങൾ ബിസിനസ്സിന് നിയന്ത്രിക്കാൻ കഴിയാത്തവയാണ്. ദെൻ തേർഡ് പോയിന്റ് ഇൻ്റർ റിലേറ്റഡ്നെസ്. പരസ്പര ബന്ധം. വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. എന്താണ്? ബിസിനസ്സിൻ്റെ ചില ഘടകങ്ങൾ അവ പരസ്പര ബന്ധമുള്ളവയാണ്. ഉദാഹരണത്തിന് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് മേ റിസൾട്ട് ഇൻ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ബിസിനസ് പരിതസ്ഥിതിയുടെ വിവിധ ഭാഗങ്ങളും ഘടകങ്ങളും പരസ്പര ബന്ധമുള്ളതാണ്. ഉദാഹരണത്തിന് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് മേ റിസൾട്ട് ഇൻ ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന മാറ്റം അത് എന്തിനെ കുറയ്ക്കാൻ കാരണമാകും? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന്, പിരിഞ്ഞു പോകലിന് വഴിയൊരുക്കുന്നതിന് ഇതിനൊക്കെ കാരണമായി തീരും. ദെൻ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡൈനാമിക് നേച്ചറാണ്, ചലനാത്മക സ്വഭാവവും. അതായത് ബിസിനസ് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാണുന്ന രീതി ആയിരിക്കില്ല നാളെ. ബിസിനസ് പരിതസ്ഥിതിയിലെ ഘടകങ്ങളോ ശക്തികളോ എപ്പോഴും എന്തു ചെയ്യും? മാറിക്കൊണ്ടിരിക്കും, ചലനാത്മകമായിരിക്കും. അപ്പോൾ ഡൈനാമിക് നേച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദി ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. ഫോർ എക്സാമ്പിൾ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്, എൻട്രി ഓഫ് ന്യൂ കോമ്പറ്റീറ്റേഴ്സ്, ഗവൺമെൻറ് പോളിസി എക്സെട്ര. ഇവയൊക്കെ എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഗവൺമെൻറ് പോളിസി മാറിക്കൊണ്ടിരിക്കും. ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബിസിനസ് പോലെ പുതിയ മത്സരാർത്ഥികൾ, ബിസിനസ്സിൻ്റെ മറ്റ് ആളുകൾ നമ്മുടെ ബിസിനസ് പോലെ തന്നെയുള്ള ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയാണ്, അനിശ്ചിതത്വം, അൺസർട്ടനിറ്റി. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് അൺസർട്ടൈൻ as nobody can predict what will happen in future. This is more true in case of information technology and fashion industries where changes are occurring too frequently. അപ്പോൾ
ഇതാണ് മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. എന്താണ്? ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഓൾവേസ് അൺസർട്ടൈൻ. നോബഡി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്. എന്താണ് ഫ്യൂച്ചറിൽ വരിക എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല അല്ലേ? ഇപ്പം നമ്മൾ ആരെങ്കിലും വിചാരിച്ചതാണോ ഈ കൊറോണയൊക്കെ ഉണ്ടാവും, ഇങ്ങനെ സ്കൂളൊന്നും ഉണ്ടാവാതിരിക്കില്ല അല്ലേ? ഈ സമയത്ത് നമ്മളൊക്കെ സ്കൂളിൽ വന്നു പോകേണ്ടവരാണ്. ഇപ്പം ഈ അവസ്ഥയിൽ ബിസിനസ്സെല്ലാം പൂട്ടിക്കിടക്കുകയാണ്. പല ബിസിനസ്സും നഷ്ടത്തിലാണ് ഓടുന്നത്. നമുക്കറിയാം, ട്രാൻസ്പോർട്ടേഷനൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥ വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബിസിനസ് എൻവയോൺമെൻറ്റും എന്ന് പറയുന്നത്. ബിസിനസ് എൻവയോൺമെൻറ്റ് എപ്പോഴും എന്തായിരിക്കും? ഒരു അനിശ്ചിതത്വത്തിൽ ഉള്ളതാണ്. എന്താണ് വരാൻ പോകുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ എന്താണ് ഭാവിയിൽ സംഭവിക്കുക എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അടിക്കടി എന്ത് ചെയ്യും? മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത് ബിസിനസ്സിനെ കൂടുതൽ സങ്കീർണമാക്കും. ചിലപ്പോൾ ഇത് ബിസിനസ്സിന് നല്ലതാവാനുള്ള സാധ്യതയും ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലക്സിറ്റി, സങ്കീർണത. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് എ കോംപ്ലെക്സ് ഫിനോമിനൻ ആസ് നോബഡി ക്യാൻ പ്രെഡിക്റ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് എ മൈന്യൂട്ട് ചേഞ്ച് ഇൻ ദി എൻവയോൺമെൻറ്റ് ഓൺ എ പ്രോഡക്റ്റ് ഓർ എ സർവീസ്. ബിസിനസ് പരിതസ്ഥിതി സങ്കീർണമായ ഒരു പ്രതിഭാസമാണ്. എന്താണ് സംഭവിക്കാൻ പോവുക എന്ന് അറിയില്ല. ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ഇനി വരാൻ പോകുകയെന്നും ഏത് പ്രൊഡക്റ്റാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നും നമുക്ക് നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഒരു പ്രത്യേക ഉൽപ്പന്നത്തിനുള്ള ഡിമാൻഡ് എന്തായിരിക്കും എന്ന് നമുക്ക് പ്രത്യേകിച്ച് തീരുമാനിക്കാൻ കഴിയില്ല. അതാണ് കോംപ്ലക്സിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Then the last point is relativity. Business environment is relative since it differs from country to country or even from region to region. ഓരോ രാജ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് ബിസിനസ് എൻവയോൺമെൻറ്റ് മാറിക്കൊണ്ട് ഇരിക്കും. റിലേറ്റിവിറ്റി, ആപേക്ഷികത. രാജ്യം തോറും അല്ലെങ്കിൽ പ്രദേശം തോറും ബിസിനസ്സിൻ്റെ പരിതസ്ഥിതി വ്യത്യാസപ്പെട്ടുകൊണ്ട് ഇരിക്കും. ഇപ്പോഴും നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ 7 ഫീച്ചറാണ് പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എല്ലാവരും ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കുക. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തത് ടോട്ടാലിറ്റി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. സെക്കൻഡ് വൺ സ്പെസിഫിക് ആൻഡ് ജനറൽ ഫോഴ്സസ്. തേർഡ് വൺ interrelatedness. Then next one dynamic nature. Then next one uncertainty. Then next one complexity. Then the last one is relativity. 7 points, features of business environment. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബിസിനസ് പരിതസ്ഥിതിയുടെ ഇമ്പോർട്ടൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കും. ഓക്കെ, അതുവരെ ബൈ ബൈ.